ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബിനോയ് സെബാസ്റ്റ്യൻ കാശാംകുറ്റിയിൽ അച്ഛനാണ്. മാനന്തവാടി രൂപതാംഗമാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് നമ്മളിൽ നിന്നും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായ അനൂപ് വർഗീസ് കൊല്ലങ്കുന്നേൽ അച്ഛനെക്കുറിച്ച് ഒരു ചെറിയ അനുസ്മരണം പറയുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അനൂപച്ചൻ മാനന്തവാടി സിറോ മലബാർ രൂപതാംഗമാണ്. അദ്ദേഹം 2015 പട്ടം സ്വീകരിക്കുകയും കഴിഞ്ഞ 10 വർഷത്തോളമായി മാനന്തവാടി രൂപതയിലെ വിവിധ പള്ളികളിൽ സേവനമനുഷ്ഠിക്കുകയും അതിനോടൊപ്പം കഴിഞ്ഞ 4 വർഷത്തോളം മാനന്തവാടി രൂപതയുടെ നീലഗിരി പ്രദേശത്തെ സോഷ്യൽ സർവീസ് സംഘടനയായ നീലഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി ജോലി ചെയ്യുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട അനൂപച്ചൻ ചെറിയ പനിയും കഫക്കെട്ടും നെഞ്ചുവേദനയുമായി ബത്തേരി ആശുപത്രിയിൽ ചെല്ലുകയും അവിടെ നിന്നും കഫക്കെട്ട് കലശലായി ന്യൂമോണിയ ആണ് എന്നതുകൊണ്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ റെഫർ ചെയ്യുകയും കഴിഞ്ഞ 10 ദിവസത്തോളമായി ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ആയിരുന്നു അച്ഛൻ. ആശുപത്രിയിൽ ചെന്ന സമയം മുതൽ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി വളരെ സങ്കീർണമായിരുന്നു. ന്യൂമോണിയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം, അദ്ദേഹത്തിൻ്റെ കിഡ്നി, അദ്ദേഹത്തിൻ്റെ കരൾ എന്നിവയെല്ലാം വളരെ മോശമായ അവസ്ഥയിലായിരുന്നു ഡോക്ടർമാർ പറയുന്നത്. എന്നാലും കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് അദ്ദേഹം വെന്റിലേറ്റർ മാറ്റി സ്വന്തമായി ശ്വസിക്കുകയും സ്വന്തമായി ആഹാരം കഴിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മടങ്ങി വന്നു. ആ സമയത്ത് അദ്ദേഹത്തെ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു. ഞങ്ങൾ 10 നേരം സംസാരിച്ചിരുന്നതാണ്. അതിനുശേഷം ഇന്നലെ മുതൽ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ വീണ്ടും സങ്കീർണമാവുകയും ഇന്ന് രാവിലെ ഉണ്ടായ ഒരു കാർഡിയാക് അറസ്റ്റ് വഴിയായി അദ്ദേഹം നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാവുകയും ചെയ്തു. വളരെ സങ്കടകരമായ കാര്യമാണിത്. സങ്കടകരമായൊരു വാർത്തയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എങ്കിലും എൻ്റെ കൂടെ കഴിഞ്ഞ 4 വർഷത്തോളം നീലഗിരി ജില്ലയിലെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് എന്നെ സഹായിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു ബഹുമാനപ്പെട്ട അനൂപച്ചൻ. അദ്ദേഹം ഈ കഴിഞ്ഞ 17-ാം തീയതി മുതൽ നീലഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഡയറക്ടറായി സ്ഥാനമേറ്റെടുക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗബാധിതനാവുകയും ഈ സാഹചര്യത്തിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തത്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മാനന്തവാടി രൂപതയുടെ തന്നെ സ്വകാര്യ അഭിമാനമായ ഒരു യുവവൈദികനായിരുന്നു അനൂപച്ചൻ. 2015 തിരുപ്പട്ട സ്വീകരിച്ച് വിവിധ പള്ളികളിൽ അദ്ദേഹം അസിസ്റ്റൻ്റായി സേവനമനുഷ്ഠിക്കുകയും അതിനുശേഷം നീലഗിരി ജില്ലയിലെ ബോസ്പാറ ഇടവകയുടെ വികാരിയായും NDS എന്ന സാമൂഹ്യ ക്ഷേമ സംഘടനയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായും പിന്നീട് ബത്തേരി കല്ലുമുക്ക് ഇടവകയുടെ വികാരിയായും അവിടെ ഇരുന്നുകൊണ്ടും NDSൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായും അദ്ദേഹം സേവനം ചെയ്തു വരികയായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാനായിട്ട് താല്പര്യമുള്ള, എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് താല്പര്യം കാണിക്കുകയും സമൂഹത്തിൻ്റെ അരികുകളിലുള്ളവരെ ചെന്ന് കണ്ട് ചേർത്ത് പിടിച്ച് അവരുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ സാക്ഷി നൽകുവാനായിട്ട് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പരിശ്രമിക്കുകയും ചെയ്ത ഒരു യുവവൈദികനെയാണ് നമുക്ക് പെട്ടെന്ന് നഷ്ടമായത്. അത് ഞങ്ങൾക്കെല്ലാവർക്കും വലിയൊരു നഷ്ടമാണ്. പ്രത്യേകിച്ച് നീലഗിരി റീജിയണിലെ ആളുകൾക്കും നീലഗിരി റീജിയണിലെ വൈദികർക്കും വലിയൊരു നഷ്ടമായിട്ട് ഞങ്ങൾ സങ്കടത്തോടുകൂടി ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട അനൂപച്ചൻ നീലഗിരി ജില്ലയിലെ തന്നെ കുന്നലാടി ഫാത്തിമ മാതാ ഇടവകാംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ നീലഗിരി ജില്ലയെക്കുറിച്ച് അറിയുകയും നീലഗിരി ജില്ലയിലെ പാവപ്പെട്ടവരായ മനുഷ്യരുടെ
ജീവിത സാഹചര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് ധാരാളം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കുകയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പദ്ധതികൾ വിഭാവനം ചെയ്യുകയും ചെയ്തിട്ടാണ് നമ്മുടെ ഇടയിൽ നിന്ന് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യസ്നേഹിയായിരുന്നു. അതോടൊപ്പം ധാരാളം സുഹൃത്തുക്കളുള്ള, ഈശോയെക്കുറിച്ച് എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടും സൗമ്യതയോടും പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഞങ്ങളെല്ലാവരും സങ്കടപ്പെടുകയും പ്രത്യേകമായിട്ട് അനുശോചനം ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. നാളെ ഉച്ചകഴിഞ്ഞ് മാനന്തവാടി ദ്വാരകയിലുള്ള പാസ്റ്ററൽ സെൻ്ററിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുകയും ദ്വാരകയിൽ തന്നെയുള്ള വൈദിക സെമിത്തേരിയിൽ അദ്ദേഹത്തിൻ്റെ മതസംസ്കാരം നടത്തുകയും ചെയ്യുന്നതാണ്.